everyone, welcome back to my YouTube channel. ഇന്ന് ഞാനും അക്ഷയും പോയിക്കൊണ്ടുള്ളത് അസങ്ങാടി പോകണം, പിന്നെ ഉപ്പള പോകണം. അവിടുന്നെല്ലാം പണി ഫിനിഷ് ആക്കിയതായിട്ട് എന്നെ അച്ചു എൻ്റെ കുഞ്ഞുമാൻ്റെ പേരിൽ ഡ്രോപ്പാക്കും. പിന്നെ അക്കുച്ചാൻ്റെ പണിയെല്ലാം കഴിഞ്ഞിട്ടായിട്ട് വന്നിട്ട് അക്കുച്ചാനെ പിക്കാക്കും. അപ്പോൾ ഇന്നത്തെ പരിപാടി അത്ര. ഓക്കെ, അതൊരു വ്ളോഗായിട്ട് എടുക്കാനാണ് എൻ്റെ പ്ലാൻ. പിന്നെ ഭയങ്കര ചൂട്, ഭയങ്കര വെയിൽ. അപ്പോൾ ഈ വീഡിയോ ക്ലാരിറ്റി ഇല്ല, എങ്ങനെ ഇരിക്കും? എൻ്റെ സൗണ്ട് നിങ്ങൾ കേൾക്കുന്നുണ്ടല്ലേ? എനിക്ക് മൈക്ക് അക്കുച്ചെടുത്ത് തരൂ. എനിക്ക് എന്നാ പറയൂ, മൈക്ക് മേങ്ങിന്, അത് മേങ്ങിന്, ഇത് മേങ്ങിന്, വീഡിയോ ഇടുന്നേ ഇല്ലെന്ന് ഞാൻ അങ്ങനെ പറയും. യൂട്യൂബിൽ ഫസ്റ്റ് നീ എത്ര വീഡിയോ ഇട്ടത്? ഫസ്റ്റ് മന്ത് 5-6 വീഡിയോ പെട്ടിട്ട് രണ്ടാമത്തെ മാസം ഇട്ട് മോണിറ്റൈസേഷൻ ആയി. അതിന് ശേഷം ഒരു വീഡിയോ ഇട്ടിട്ട് പൈസ വരാൻ തുടങ്ങിയതിന് ശേഷം നീ എത്ര വീഡിയോ ഇട്ട് പറ? പൈസ വരാൻ തുടങ്ങിയെന്ന് പിന്നെ വീഡിയോ അതന്നെ ഫസ്റ്റ്. എന്താ പറയാ, ഫസ്റ്റ് എല്ലാവരും യൂട്യൂബ് ആന്നില്ല, ഒന്നും നടക്കുന്നില്ല എന്നുണ്ടാവും. എല്ലാവർക്കും യൂട്യൂബ് ആക്കണം, മോണിറ്റൈസേഷൻ ആക്കി എടുക്കണം, ഭയങ്കര ട്രൈ. എന്നിട്ട് അതെല്ലാം ആയിട്ടായി, എല്ലാം റെഡി, മോണിറ്റൈസേഷൻ ആയി, പേയ്മെന്റ് ആയി, എല്ലാം ആയി. പിന്നെ പോയി ഓരോ ഫസ്റ്റ് ഉണ്ടായ ഇൻട്രസ്റ്റ് കാര്യങ്ങളെല്ലാം പോയി. പിന്നെ വീഡിയോ ഇടാനെല്ലാം ഒന്നും ഇല്ല. ഇനി ഞാൻ ഇടും. അത് ഞാൻ പൊരലൊറ്റയ്ക്ക് ആയിരിക്കും എന്ത് സെൽറ്റിടുന്നാണ് ഞാൻ ബാക്കിയാണ് അല്ലേ? ഞാൻ ഹൊസങ്കടയിലുള്ളത്. ഇവിടെ ഒരു പ്രിന്റിന്റെ ഷോപ്പിൽ പോയിട്ട് ഒരു പ്രിന്റും എടുക്കാനുണ്ട്. അത് സർപ്രൈസ് ആക്കി. അത് എന്ത് പ്രിന്റ് അങ്ങനത്തതെല്ലാം സൂൺ അതും വരുന്നതായിട്ടിരിക്കല്ലേ ഇൻഷാ അല്ലാ. അപ്പോൾ ഇപ്പം ഞാൻ പ്രിന്റിന്റെ ഷോപ്പിൽ പോയിട്ട് ഞാൻ ആക്കിച്ചു. അത് കഴിഞ്ഞിട്ട് നേരെ ഉപ്പളത്ത് പോയിട്ട് കോട്ടൺ ക്ലോത്ത് അതെടുക്കണം. അത് കഴിഞ്ഞിട്ട് എന്നെ ആക്കുച്ച എൻ്റെ കുഞ്ഞുമാൻ്റെ പേരിൽ കൊണ്ടാക്കും. അവിടെ കഴിക്കുമ്പോൾ കുറച്ച് പിന്നെ ആക്കുച്ചൻ്റെ പണിയെല്ലാം തീർത്തിട്ട് എന്നെ പിക്കാക്കിയിട്ട് എൻ്റെ പേരിക്കാക്കും. അങ്ങനെ അത് അക്കുച്ചൻ്റെ അങ്ങോട്ടൊന്നില്ലേ ബ്ലാക്ക് അടിക്കുന്ന അന്ന് ഇങ്ങനെ വന്നാ നീ ഇപ്പൊ അല്ലേ ചാക്ക് കറുത്തുന്നില്ലെങ്കിൽ എന്ത് ബേജാറ്. അപ്പൊ ഞങ്ങൾ പ്രിന്റിന്റെ ഷോപ്പിലോട്ട് പോട്ടെ. ബാബോയ് ഈ മോനെ ഫോണിൽ കളിച്ചാൽ മതി. അപ്പം ഞങ്ങളുടെ ഫ്ലെക്സ് പോയിന്റ് വന്നിട്ട് പ്രിന്റ് എടുക്കാനുള്ളതെല്ലാം കൊടുത്തിട്ട് വന്നത്. അപ്പോൾ 1 ഹവറിലെല്ലാവരും തരുമെന്നില്ല. അപ്പം പയ്യ റെഡി ആയിട്ടാകുമ്പോഴേക്ക് ഞങ്ങൾ വന്നിട്ട് മേങ്ങുന്നതായിരിക്കും. ഈ സ്റ്റെപ്പ് കയറിയിട്ടാണ് ഞാൻ അക്ഷയം വന്നത്. ഞാൻ ഫസ്റ്റ് വേണ്ട നീ ഫസ്റ്റ്. നീ ഫസ്റ്റ് എങ്ങനെ? നീ ഞാൻ എന്താ ഫസ്റ്റ്? എന്താ എനിക്ക് പേടിയാന്ന്. ഇതെന്ത് ഇങ്ങനത്തെ സ്റ്റെപ്പ്? തല തിരി നോക്കി ഞാൻ പോയായിരുന്നു. ബാക്കിൽ ആളുണ്ട്. ആർക്കും വേണ്ടിയും കാത്തു നിൽക്കില്ല. ഒരു ബണ്ണിന് വേണ്ടിയാണ് ഞാൻ ഏതെങ്ങനെ KGF-ന്റെ ഓർഡർ. എന്തിനാ ഒരാള് എടുക്കാനും വിടുന്നില്ല, വണ്ടി വെക്കാനും വിടുന്നില്ല, എല്ലാവർക്കും തിരക്കി ഉൾട്ട പോന്നുള്ളത്. മറ്റേ പോന്നവരല്ല പറയുന്നത്. ഏത് ഇത് ഉൾട്ടല്ല, ഇത് വൺവേ അല്ലെങ്കിൽ എന്ത് അങ്ങോട്ട് പോകുന്നവർക്ക് മാത്രം. നീ ഉൾട്ട വന്നു അല്ലാണ് റോഡ് ശരിയാക്കുന്നുണ്ട്. എല്ലാവർക്കും പോവാന്ന് മുകളിലേക്ക് ഇതെന്താ ഇങ്ങനെ കൊറേ ബ്രൈറ്റ്നെസ് കൂടിയതാ? വെയില് എന്ത് ചൂട്. അങ്ങനെ നല്ല വിശേഷം. ഇത് ഞാൻ മീഷോ എടുത്ത ട്രൈപോഡ്. 150 റുപ്പീസ്, ഇന്ത്യൻ റുപ്പീസ് 150. പിന്നെ അനക്കത്ര മതി, എനിക്ക് യൂസ് ആക്കാനുള്ള സാധനം മതി. അത് ബ്രാൻഡഡ് ആണെന്ന് വലിയ നിർബന്ധവും ഇല്ല. അത് അക്കുച്ച ഒരു കുറെ പൈസ കൊടുത്തിട്ട് ഒരു കുറെ സാധനം ബ്രാൻഡഡ് മേങ്ങണം. എന്തിനാ എനിക്കറിയുന്നില്ല. ഞാൻ അങ്ങനെ മേങ്ങല. ഞാൻ ചെറിയ പൈസക്ക് നല്ല സാധനം കിട്ടുന്ന അങ്ങനെ മേങ്ങും. ബ്രാൻഡഡ് എല്ലാം നോക്കല.
നിനക്ക് ലാഭമല്ല കുച്ചന്നെ എന്നിട്ട് എത്ര സാധനം മീഷോ ആകെ കൂടി ഞാനൊരു മീഷോ ഹോൾ വീഡിയോ എടുത്തിന് അതിലിപ്പോ നിങ്ങൾക്ക് അറിയാം ടോട്ടൽ എത്ര പ്രൈസിന്റെ സാധനം ഞാൻ ഇങ്ങനെ അത് എന്നായിട്ടുണ്ടോ അതല്ലാത്ത എക്സ്ട്രാ പോയിട്ട് സാധനം ഇയറിംഗ്സ് ഉണ്ട് ഒരു 50 അത് ചെല്ലുന്നീ 2 ഇയറിംഗ് അക്കുച്ച മേങ്ങി തന്നത് അത് തേച്ചത് നീയല്ല തുടക്കിയത് അക്കുച്ച തുടക്കിയത് അച്ഛക്ക് ഷോയിബിന്റെ ഉള്ള പോലത്തെ വേണോ ഇവിടെ ഇങ്ങനെ ഇതാക്കുമ്പോ അങ്ങോട്ട് തിരിയുന്നല്ലേ അതിന്റെ പേര് ഗിംബിൾ ഗിംബിൾ അത് പിടിച്ച് ഞങ്ങക്ക് വ്ളോഗ് ആക്കാനി ഇത് ഇങ്ങനെ ഫ്രണ്ട് മാത്രം അതില് തിരിക്കുമ്പോ അതിങ്ങനെ ബാക്കിൽ തിരിക്കാൻ ചെല്ലുമ്പോ ബാക്ക് തിരിയുന്ന അങ്ങനത്തെ ചോറ് വെക്കുമ്പോ ചോറിന് ചട്ടിയിലുള്ള കിടക്ക് ഫോൺ ഇങ്ങനെ കൊണ്ടുപോകും അങ്ങനെയല്ല അടുപ്പിലുള്ള അങ്ങനത്തെ വേണം ഡെയിലി ഞാൻ ഒരു ബ്ലോഗ് ഇട്ട് ചോറ് കറി ഉണ്ടാക്കുന്നത് എന്താ കൊച്ചാ ചോറ് കറിയാക്കുന്നതാ ഇല്ല അല്ല പറഞ്ഞത് ഡെയിലി ബ്ലോഗിന് ഇത് കണ്ടന്റ് വേണ്ടത് എനിക്ക് കണ്ടന്റ് അപ്പൊ അത് അങ്ങനെ ഡെയിലി കണ്ടന്റ്സ് അങ്ങനെയാണ് കിട്ടുന്നത് അങ്ങനെ ആക്കാം പിന്നെന്താ ചെല്ലാനുള്ളത് വേറെ ഒന്നും പറയാനൊന്നുമില്ല എന്തൊന്നും ഇല്ലാത്ത ഇല്ലല്ലോ ഒന്നുമില്ല എനിക്കെന്ത് എന്ത് ഇടപെട്ട് നിൽക്കും ഞങ്ങക്ക് ഇത് പറാഗിന്റെ അപ്പുറത്ത് ഷോപ്പ് വർക്കായിരുന്ന ഞാൻ ഉറങ്ങാത്ത ആളും എനിക്കൊരു കുറച്ച് ഉറക്ക് വന്നില്ലെങ്കിൽ ഇത്ര സമാധാനാട്ടെ ഉറക്ക് തന്നെ വരുന്നില്ല ഞാൻ എടുക്കുന്ന ബായില്ല ഹൈറ്റ് നോക്കിയതാ നീ കൺഫേം ആക്കിയത് നിന്ന അയാൾ നോക്കി ഇപ്പുറത്തേക്ക് കുറച്ച് നമ്പർ കാണണ്ടേ എനിക്ക് 5-8 ഞാൻ നോക്കിയിട്ട് ഇത്ര നീ 5-8 ഞാൻ ഈ പെണ്ണ് ഒന്ന് വെക്കോ അത് ഒന്ന് വെക്കോ ഇത് മുന്നേ ഞാൻ കെട്ടില്ല 5.1 അല്ലേ ചെരുപ്പ് കിച്ചക്ക് ഞാൻ 5 അല്ലാണ്ട് അൺബോക്സിംഗ് വീഡിയോ ഒക്കെ ഇത് അൺബോക്സിംഗ് അല്ല കവറിംഗ് അൺകവറിംഗ് അക്കച്ചന്റെ സിസ്റ്ററിന്റെ ബേബി ഉണ്ടല്ലേ യാസി ഓന്റെ സാധനം ഓനക്കൊരു നെയിമുള്ളത് ഓർഡർ ആക്കുന്നത് നല്ല ആൾക്ക് എന്തായാലും അറിയോ ഇത്ര നല്ല നാളല്ല എനിക്കെന്തോ വേറെ ഇത് വടപ്പലുണ്ട് വടപ്പാവാ ബാക്കിയാണ് നീ സർഗത്തൊക്കെ ഞാൻ നീ ആരി നീ ആരി സ്വർഗത്തൊക്കെ പോലെ നീ ആരിക്കുന്നു നിന്തോള് അങ്ങനെ ഉണ്ടോ ആര് പറഞ്ഞു നിന്റെ അടുത്ത് ഒരു സ്പൂൺ റാവോ എന്തായാലും ബെടക്കായിട്ട് പോയി വീട് വെക്കല്ല നീ തിന്നിട്ട് कभी डाला अभी डाला अब भी डाला लेकिन हिंदी अभी डाला ഇപ്പൊ ഇട്ടത് ഇപ്പൊ ഇട്ടതെന്നല്ല ഇന്നിട്ടതെന്നല്ലേ അബിന്നല്ലെങ്കിൽ ഇപ്പൊ ഇട്ടത് അപ്പൊ ഇന്നിട്ടത് എങ്ങനെയല്ലേ ഇന്നാ അല്ല കൽനാളല്ലേ ഇന്നെന്താ വെച്ചാ ഇന്ന്
അനക്കതാ ഞാനാ പ്രഗ്നന്റ് നീയാ മാങ്ങ തിന്നാന് അന്നെ കൊണ്ടുവന്നിട്ട് എന്റെ ഫ്രണ്ട് നക്ക് തരാതെ തിന്നുന്നേ എത്ര കയ്യാ ഇന്നനെയാ എന്റെ മാങ്ങ ചെറിയത് എന്റെ പരിലുള്ള മാങ്ങ ഇങ്ങനത്തെ മാങ്ങ അല്ല കുറ്റത് അതെന്താ നീ അങ്ങ് ചെറുത് തന്നെ തൊല്ലി പോലത്തത് ഇങ്ങനെ ഈ ബണ്ട് ഇത് ഇതിൻ്റെ ഉള്ളിൽ പോയി അവിടെ ഡോർ തുറന്നിട്ട് അതിൻ്റെ ഉള്ളിൽ കയറ്റുക കാറിനല്ല ഏച്ചിട്ടുണ്ടല്ലോ ഞാൻ ഇതെന്ത് ഞാനിതെന്താ കഫേന്ന് തിരിച്ചിനാ കുറ്റ ഫസ്റ്റ് ഇപ്പൊ വായിച്ച ഞാൻ എന്നിട്ടാണ് ഈ കഫേലെന്ത് ഇങ്ങനത്തെ ആൾക്കാരെ ഫോട്ടോ എടുത്താ